എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. യങ്തയിൽ നിന്നും മോളി രക്ഷപ്പെടാൻ വേണ്ടി ഒരു കടയിലേക്ക് കയറി വിളിക്കുന്ന മിസ്റ്റർ സിം. എന്നാൽ അവിടെ നിന്നും സിമ്മിനെ യങ്തെ കൈയോടെ വെക്കും. കൈ കെട്ടി ഒരു കമ്പിപ്പാര വെച്ച് അടിച്ചു കൊല്ലാൻ നോക്കുമ്പോഴാണ് സിമ്മിനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വന്ന ഹനയുടെ അസിസ്റ്റന്റ് പാർക്ക് ഇത് കാണുന്നതും സിമ്മിനെ രക്ഷിക്കാനായി യങ്തയെ അറ്റാക്ക് ചെയ്യുന്നതും. യങ്തയെ വളരെ പെട്ടെന്ന് തന്നെ പാർക്ക് അടിച്ചൊതുക്കിയിടുന്നുണ്ട്. എന്നാൽ ആ സമയം അങ്ങോട്ടേക്ക് വന്ന സൺമിയുടെ അസിസ്റ്റന്റിന്റെ മുന്നിൽ പാർക്കിനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അയാളുടെ കുത്തേറ്റ് നിലത്ത് വീണ് പിടയുവാണ് പാർക്ക്. സൺമിയുടെ അസിസ്റ്റന്റും യങ്തയും സിമ്മിനെയും കൊണ്ട് അവിടെ നിന്ന് കടന്നും കളയും. ഈ സമയം പാർക്കിന്റെ ഫോണിലോട്ട് കാര്യങ്ങൾ അറിയാനായിട്ട് ഹന വിളിക്കുന്നുണ്ട്. എന്നാൽ കോൾ എടുക്കാൻ പോലും സാധിക്കില്ല. അതിനു മുന്നേ അയാൾ മരണപ്പെടും. പാർക്കിന്റെ മരണം വല്ലാതെ തകർക്കുന്ന ഹന നേരെ യങ്തയുടെ അടുത്തേക്ക് വന്ന് നിന്നെ ഞാൻ കൊല്ലൂടാന്നും പറഞ്ഞ് ഇവന്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കുമെങ്കിലും പിറകെ വന്ന പോലീസുകാരെല്ലാവരും കൂടെ അവളെ പിടിച്ചു നിർത്തുവാണ്. എന്തൊക്കെ വന്നാലും യങ്തയെ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞു നിൽക്കുന്ന ഹനയോട് ഒന്ന് വെയിറ്റ് ചെയ്യാനും നമുക്ക് എന്തെങ്കിലും ഒരു എവിഡൻസ് ഒപ്പിക്കാമെന്നും പറഞ്ഞിരിക്കുവാണ് ആ പോലീസുകാർ. ചോദ്യം ചെയ്യലിന് കൊണ്ടുവരുമ്പോൾ പോലും യങ്തെ ഒട്ടും സഹകരിക്കുന്നില്ല. പാർക്കിനെ കൊന്നത് താനാണെന്ന് സമ്മതിക്കുന്നുണ്ടോ എന്ന് ഹന ചോദിക്കുമ്പോൾ അത് ഞാനാണ് കൊന്നത്, പക്ഷെ നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം നിങ്ങളുടെ കയ്യിൽ എനിക്കെതിരെയുള്ള തെളിവില്ലല്ലോ. ഒന്നാമത് പാർക്ക് മരിച്ചതിന്റെ വിഷമം, അതിന്റെ ഇടയിൽ ഇവന്റെ ഈ കൊണച്ച വർത്താനം കൂടെ കേൾക്കുമ്പോൾ കസാര എടുത്തോണ്ട് വന്നവൻ അടിച്ചിടുവാണോ. എന്നാൽ കൃത്യസമയത്ത് ജിന്ന് വന്നതിനെ സ്റ്റോപ്പ് ചെയ്യും. ജിന്നാണെങ്കിൽ യങ്തയെ റിലീസ് ചെയ്യുന്ന കാര്യമാണ് ഇവളോട് പറയുന്നത്. കാരണം പാർക്കിനെ കൊന്നത് ഇവനാണ് എന്ന് തെളിയിക്കാനായിട്ട് ഇവരുടെ കയ്യിൽ ഒരു എവിഡൻസും ഇല്ല. കോർട്ടിൽ എവിഡൻസിനാണല്ലോ പ്രധാനം. നീ ഇപ്പൊ തൽക്കാലം വേറെ ഒന്നിനെ കുറിച്ച് അന്വേഷിക്കേണ്ട, ഒന്ന് റെസ്റ്റ് എടുക്കാൻ നോക്ക് എന്ന് ജിന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഞാനിപ്പോൾ എങ്ങനെ റെസ്റ്റ് എടുക്കാനാണ്? എന്റെ കൊളീഗിനെയാണ് അവൻ ഇല്ലാണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് ഞാൻ സുഖമായിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കാനാണോ സാധു പറയുന്നത്? പാർക്കിന്റെ ഫ്യൂണറൽ സമയത്താണെങ്കിൽ അവന്റെ അമ്മ വല്ലാത്ത കരച്ചിലാണ്. ആകെ ഒരൊറ്റ മോനെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു കരച്ചിലും കൂടെ കേൾക്കുമ്പോൾ താനാണ് ഇതിനെല്ലാം കാരണം എന്നൊരു തോന്നൽ വരികയാണ് ഹനയ്ക്ക്. അവളിപ്പോൾ പാർക്കിന്റെ അമ്മയുടെ അടുത്ത് പോയി എല്ലാത്തിനും കാരണം ഞാനാണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കാൻ പറയുമ്പോൾ അവനൊരു നല്ല പ്രവൃത്തി ചെയ്യുന്നതിന്റെ ഇടയിലല്ലേ മരിച്ചത്? മോശമായ ആളെ പിടിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിലല്ലേ? ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്നതിന്റെ ഇടയിൽ മരണപ്പെട്ടത് കൊണ്ട് തന്നെ മരണശേഷം അവന് ശാന്തിയും സമാധാനവും ലഭിക്കും. അത് മാത്രം എനിക്ക് മതി. മോൾ എങ്ങനെയെങ്കിലും ആ ക്രിമിനലിനെ പിടിക്കണം. എന്റെ മകനോട് ഇനി മോൾക്ക് അത് മാത്രം ചെയ്യാൻ കഴിയുമെന്ന് പറയുമ്പോൾ അതിനൊരു ഉറപ്പ് പോലും കൊടുക്കാതെ അവളാണെങ്കിൽ പെട്ടെന്ന് അമ്മയോട് ക്ഷമയും ചോദിച്ച് അവിടെ നിന്നും തിരിച്ചു പോവാണ്. കാരണം അവളുടെ ഉള്ളിൽ മൊത്തം കുറ്റബോധമാണ്. യങ്തെ റിലീസായി, എവിഡൻസ് പോലും കിട്ടിയിട്ടില്ല. ഇനി യങ്തെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നൊരു വേവലാതിയായിരിക്കും. ഹനയ്ക്ക് ഇപ്പോഴാണ് ശരിക്കും ഓരോ വിക്ടിംസിന്റെ ഫാമിലിയും കടന്നു പോകുന്ന വേദനയെ കുറിച്ച് മനസ്സിലാകുന്നത്. പണ്ട് കേസുകളെ അവളൊരു പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ മാത്രമായിരുന്നു സമീപിച്ചിട്ടുണ്ടായിരുന്നത്. വിക്ടിംസിന്റെ ഫാമിലിയുടെ വേദനയെ കുറിച്ച് അവൾ ഒട്ടും ബോധേഡല്ലായിരുന്നു. എന്നതിപ്പോ സ്വന്തം കാര്യത്തിൽ വരുമ്പോൾ അവൾക്ക് മനസ്സിലാകും ആ വേദനയെ കുറിച്ച്. ഫ്യൂണറൽ കാണാൻ വന്ന് പുറത്തു നിൽക്കുന്ന ദോക്കിയുടെ അടുത്തേക്ക് ചെന്നവള് ക്രൂരകൃത്യങ്ങൾ ചെയ്ത അവസാനം കോടതി വിട്ടയക്കുന്ന ക്രിമിനൽസ് മൂലം വേദന അനുഭവിക്കേണ്ടി വരുന്ന വിക്ടിംസിന്റെ ഫാമിലിയോട് നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദോക്കി പറയും, എനിക്ക് അവർക്ക് വേണ്ടി പ്രതികാരം വീട്ടാൻ കഴിയും. അങ്ങനെ ദോക്കി ഇപ്പോൾ ഹനയും കൂട്ടി ടാക്സിയിൽ പോവാണ്. അന്ന് രാത്രി പാർക്കിനെ വിളിച്ച് സിമ്മിനെ അന്വേഷിക്കാൻ പറഞ്ഞു വിട്ട കാര്യമെല്ലാം ഹന ദോക്കിയോട് പറയും. സിമ്മിന് അവരെ കടത്തിക്കൊണ്ടുപോയി, എന്റെ കൊളീഗിനെ അവർ കൊന്നു, എന്നിട്ടോ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എനിക്ക് പകരം നിങ്ങൾ ദയവായി പ്രതികാരം വീട്ടണം. അങ്ങനെ ദോക്കി ഇവൾക്ക് ആ ഗെയിം കാർഡും കൊടുത്ത് ഇറക്കിവിടും. അവിടെ ചെന്ന് ടാക്സി കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം മനസ്സിലാക്കി പ്രതികാരം ചെയ്യാനായുള്ള ബട്ടൺ ഹന പ്രസ് ചെയ്യും. അങ്ങനെ ടാക്സി കമ്പനിയും ഈ ഒരു കേസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ഇപ്പോഴേ സിമ്മിനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ദോങ്ങിയെ പോലെ ബോഡി ഇല്ലാത്തൊരു മർഡർ കേസ് ആയിട്ട് അത് മാറും. അതിനു മുന്നേ ഈ മിസ്സിംഗ് ബോഡീസ് എല്ലാം യങ്തെ എന്താണ് ചെയ്യുന്നതെന്ന് അറിയണം. അതിനെ ടാക്സി കമ്പനി വേഷം മാറി യങ്തയുടെ ഓഫീസിന് ചുറ്റുമുള്ള ഷോപ്പിലെല്ലാം ഒരു അന്വേഷണം നടത്തും. അപ്പൊ അവിടെയുള്ള ഒരു ഷോപ്പിലെ ലേഡി പറയും എന്നും അവിടെ നിന്ന് എന്തോ ഒരു പുക പുറത്തേക്ക് പോകാറുണ്ടെന്ന്. ഇവരെ നേരെ ഇപ്പൊ ഈ ഓഫീസിന് പിന്നാമ്പുറത്ത് ചെന്ന് അന്വേഷിക്കുമ്പോൾ പകുതി ഒരുക്കിയ അവസ്ഥയിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ അവിടെ കിടപ്പുണ്ട്. ഇത് മിക്കവാറും എന്തെങ്കിലും ഒരു ആസിഡ് മുഖേന സംഭവിച്ചതായിരിക്കണം. ബോഡി അവർക്ക് ഡിസ്പോസ് ചെയ്യാൻ അതും ഒരുപാട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അത് മിക്കവാറും സൾഫ്യൂരിക് ആസിഡ് ആയിരിക്കും. ചിലപ്പോൾ സൾഫ്യൂരിക് ആസിഡ് വെച്ച് ബോഡി ഇല്ലാണ്ടാക്കി അവസാനം ആ പ്ലേസ് വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്തതായിരിക്കണം. ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഇവർക്ക് ഏതാണ്ട് ഒരു ഉറപ്പ് വന്നിട്ടുണ്ട്. ദോക്കി അത് ഹനയെ വിളിച്ചറിയിക്കും. സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്താണ് അവർ ബോഡി ഇല്ലാതാക്കുന്നതെങ്കിൽ സിമ്മിനെ കടത്തിക്കൊണ്ടുപോയ സ്ഥിതിക്ക് അവർക്ക് ഇനിയും അത് ആവശ്യം വരും. ഹന കണ്ടുപിടിച്ച വേറൊരു കാര്യവും കൂടെ അവൾ പറയുന്നുണ്ട്. ഈ സിമ്മിന് ഒരു കമ്പനി ഉണ്ട്, അവിടെ പ്രധാന ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഈ സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. മിക്കവാറും അവിടെ നിന്ന് തന്നെ ആയിരിക്കും ഈ യങ്തേക്ക് അത് ബ്ലാക്കിന് കിട്ടാൻ വഴി. ഈ ഒരു കാര്യത്തെ കുറിച്ച് ഒന്നുകൂടെ അന്വേഷിക്കുമ്പോൾ ഹനയ്ക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ വ്യക്തമാണ്. സിമ്മിന്റെ ഈ കമ്പനിയുമായിട്ട് സംഗമിയുടെ കമ്പനിയും പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ നിന്നും റെഗുലർ ബേസിസിലാണ് യങ്തെ സൾഫ്യൂരിക് ആസിഡ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഉണ്ടാക്കിയിട്ട് ഇന്നേ വരെ സിമ്മിന്റെ കമ്പനിയിൽ ഒരു തരത്തിലുള്ള പ്രൊഡക്ഷനും നടന്നിട്ടില്ല. അപ്പൊ അതിനർത്ഥം ഒരു കമ്പനിയുടെ പേരും പറഞ്ഞ് സൾഫ്യൂരിക് ആസിഡ് സ്റ്റോർ ചെയ്യാനായിട്ടാണ് അവർ ആ കമ്പനിയെ യൂസ് ചെയ്യുന്നത്. ഇതിൽ നിന്നും ദോക്കിക്കും ഹനയ്ക്കും ഒരു കാര്യം മനസ്സിലാകും, ഇതൊരു സീരിയൽ മർഡർ കേസാണ്. ദോക്കിയും ഗോയിനും കൂടെ സൾഫ്യൂരിക് ആസിഡ് ഇവര് കൈമാറുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഡെയിലി ബേസിസിന് ഇവർ ഇത് വാങ്ങുന്നുണ്ടെങ്കിൽ അടുത്ത കൊലപാതകം പ്ലാൻ ചെയ്യുന്ന സ്ഥിതിക്ക് അവർക്ക്
സൾഫ്യൂരിക് ആസിഡ് എന്തായാലും ആവശ്യം വരും. അപ്പോ ഇവിടെ നിന്ന് തന്നെ തങ്ങളുടെ പ്ലാൻ തുടങ്ങാനായിട്ട് തീരുമാനിക്കുകയാണ് അവര്. ഇതേ സമയം സംഗ്മിയെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് ഹന. അവിടെ വെച്ച് അവളുടെ അസിസ്റ്റന്റിനെ കാണുമ്പോഴാണ് ഇവൻ യങ്തയുടെ ട്വിൻ ബ്രദറാണെന്ന കാര്യം ഇവൾ അറിയുന്നത്. ഇവളിപ്പോ സംഗ്മിയെ കണ്ട് ഇവൾ ഇൻവെസ്റ്റ് ചെയ്ത സിമ്മിന്റെ കമ്പനിയെ കുറിച്ച് ചോദിക്കും. എന്നാൽ അതിനെ കുറിച്ച് തനിക്ക് വ്യക്തമായി ഒന്നും അറിയില്ലെന്നും അതിന്റെ കാര്യങ്ങളൊക്കെ തന്റെ അസിസ്റ്റന്റ് ആണ് നോക്കുക എന്നുമാണ് ഇവൾ പറയുന്നത്. എന്റെ സംശയം, നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തതെന്ന്. ഇപ്പൊ നിങ്ങൾ ഇന്ന് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായത് മറ്റ് ബിസിനസിനെ കുറിച്ചൊന്നും വലിയ ബോധേഡാവാത്ത ഒരാളാണ് നിങ്ങളെന്ന്. അതല്ലെങ്കിൽ നീ കള്ളം പറയുക. എന്തായാലും ഒരു പേപ്പർ കമ്പനിയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം നിനക്കുണ്ടോ? ഹനയുടെ സംസാരം സംഗ്മിക്ക് ഒട്ടും പിടിക്കുന്നില്ല. ഇതേ സമയം തന്നെ ആയിരിക്കും സംഗ്ജുള് സംഗ്മിയെ കാണാനായിട്ട് വിളിപ്പിച്ചു വരുത്തുന്നത്. ഓൾറെഡി ഹനയോടുള്ള ദേഷ്യത്തിൽ നിൽക്കുന്ന സംഗ്മിയാണെങ്കിൽ താൻ എന്ത് പറയുകയാണെങ്കിലും ഇതിൽ നല്ല കാര്യം മാത്രം പറഞ്ഞാൽ മതി, ഞാൻ വല്ലാത്ത ദേഷ്യത്തിലാണ് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ യങ്തെ ഒരാളെ കൊന്നു എന്ന കാര്യം പറയുവാണ് സംഗ്ജുള്. ഇത് പറയാനാണോ താൻ ഇങ്ങോട്ട് എന്നെ വിളിപ്പിച്ചേ? അത് സത്യമല്ലാതെ ഞാൻ തന്നോട് പറഞ്ഞതല്ലേ. അത് സത്യമാണെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ സത്യമാണെങ്കിൽ അവൻ എന്റെ കൈകൊണ്ട് തന്നെ തീരുമെന്ന് പറയണോള്. കെട്ടാകുമ്പോൾ യങ്തെ വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്യുന്നതിനെ തുടർന്ന് അവന് സൾഫ്യൂരിക് ആസിഡ് ലോഡ് ചെയ്ത് കൊടുക്കുന്നത് ചോയും പാക്ജിനുമാണ്. അതിന്റെ കൂടെ യങ്തെ അറിയാതെ ഒരു ട്രാക്കറും വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് ദോക്കി അങ്ങോട്ടേക്ക് എത്തും. അവിടെയുള്ള സെക്യൂരിറ്റീസിനെല്ലാം അറ്റാക്ക് ചെയ്ത് ദോക്കി ആ ഒരു റൂമിലേക്ക് കടക്കുവാണ്. അവിടെയുള്ള ബാത്ത് ടബില് ഈ ഒരു സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ച് അതിലിട്ടാണ് യങ്തെ ഈ ബോഡി ഡിസ്പോസ് ചെയ്യുന്നത്. ആ റൂമിലായിട്ട് 1-2 ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്. അത് തുറന്നു നോക്കുന്ന ദോക്കി കാണുന്നത് അതിനകത്തുള്ള സിമ്മിനെയാണ്. എന്നാൽ അയാൾക്ക് ജീവനില്ല. അയാളുടെ അവയവങ്ങളൊക്കെ എടുത്തു മാറ്റി ബോഡി ഡിസ്പോസ് ആക്കാൻ കൊണ്ടുവന്നിട്ടിരിക്കുന്നതാണ്. പെട്ടെന്ന് സിമ്മിനെ ഇങ്ങനെ കാണുന്നതും ദോക്കിക്ക് അവന്റെ അമ്മ മരിച്ചു കിടക്കുന്ന ആ ഒരു ദൃശ്യങ്ങൾ കൂടെ ഓർമ്മ വരികയാണ്. ദോക്കിയുടെ ഉള്ളിൽ ആ ഒരു ട്രോമ പുറത്തേക്ക് വരും. ശ്വാസം എടുക്കാൻ പറ്റാതെ അവൻ പുറത്തേക്ക് ഓടുകയാണ്. അവിടെ കിടക്കുന്ന ഒരു കവർ എടുത്ത് ശ്വാസം എടുക്കാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുവാണ്. ഇവൻ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കി ഗോയിൻ അങ്ങോട്ടേക്ക് ഓടാൻ തുടങ്ങുമ്പോഴേക്കും തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നും സിമ്മിന്റെ ബോഡി അതിനകത്തുള്ള കാര്യവും ഇവൻ പറയും. ഈ സ്ഥലത്ത് വെച്ച് വലിയ തോതിലുള്ള ഒരു ഓർഗൻ ട്രാഫിക്കിംഗ് ആണ് നടക്കുന്നതെന്നും ഇതേ സമയം അവിടെ വേറൊരു റൂമിൽ ഏതോ ഒരാളുടെ അവയവങ്ങൾ എടുത്തു മാറ്റാൻ തുടങ്ങുകയായിരുന്നു യങ്തെ ഏൽപ്പിച്ച ഏതോ ഒരു ഡോക്ടറും നഴ്സും. ഇതും കണ്ടുകൊണ്ടാണ് ദോക്കി അങ്ങോട്ടേക്ക് വരുന്നത്. ദോക്കി കാണുന്നതും ആ നഴ്സ് അവിടെ നിന്ന് പേടിച്ചിറങ്ങി ഓടും. ആ പേഷ്യന്റിനെ ഉണർത്താനായിട്ട് ദോക്കി ഡോക്ടറോട് പറയുമ്പോൾ അനസ്തേഷ്യ കൊടുത്തത് കൊണ്ട് തന്നെ അയാൾ ഇപ്പോൾ എഴുന്നേൽക്കില്ല എന്ന കാര്യം പറയും. എന്നാൽ ദോക്കി എന്തെങ്കിലും ചെയ്യാൻ പോകുന്നതിന് മുന്നേ അങ്ങോട്ടേക്ക് യങ്തെ വരും. ദോക്കി അടിച്ചു വീഴ്ത്തുവാണ് അയാൾ. ഈ ഒരു തക്കത്തിന് പുറത്തേക്ക് ഓടി വരുന്ന ഡോക്ടർ ആണെങ്കിൽ നേരെ പോയി ചാടുന്നത് ചോയുടെ മുന്നിൽ. ഇവിടെ ദോക്കി കീഴടക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കുന്ന യങ്തെ ആണെങ്കിൽ ഒരു കത്തി കൊണ്ട് അവിടെ കിടത്തിയിരിക്കുന്ന ആളുടെ ശരീരത്തിൽ മുറിവേൽപ്പിച്ച് ആ സമയം കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയോളും. എന്നാൽ കിടക്കുന്ന ആൾ രക്തം പോയി മരിക്കാതിരിക്കാനായി മുറിവ് അമർത്തി പിടിച്ച് നിൽക്കേണ്ടത് കൊണ്ട് തന്നെ യങ്തയുടെ പിറകെ പോയി പിടിക്കാനായിട്ട് ദോക്കിക്ക് സാധിക്കുന്നില്ല. കട്ടാകുമ്പോൾ ദോക്കിയുടെ അടുത്ത് നിന്നും വിവരങ്ങളൊക്കെ അറിയുന്ന ഹന പോലീസുകാരെയും കൂട്ടി ആ ഒരു സ്ഥലം വന്ന് സീൽ ചെയ്യാണ്. കൊറിയയിൽ തന്നെ ഒരു വലിയ ഓർഗൻ ട്രാഫിക്കിങ്ങിനെയാണ് ഇപ്പോൾ പോലീസുകാർ കണ്ടെത്തിയിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം ന്യൂസിലൂടെ അറിഞ്ഞ് വല്ലാത്തൊരു ഷോക്കിലാണ് സംഗ്മിയുള്ളത്. ഇതെല്ലാം തുടക്കം തൊട്ടേ നിനക്ക് അറിയായിരുന്നുവെന്ന് സംഗ്ജുള് ചോദിക്കുമ്പോൾ ഓർഗൻ ട്രാഫിക്കിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഞാനാണ്. താൻ തരുന്ന ക്രിമിനൽസിന്റെ ഓർഗൻസ് ഞാൻ വിൽക്കും. എന്നാൽ ഞാൻ ലിവറും കോർണിയും മാത്രമേ എടുക്കാറുള്ളൂ. അവരുടെ ജീവൻ ആപത്തൊന്നും വരാതെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നിവൃത്തിയും ഇല്ലാത്ത അവസ്ഥയിലാണ് എനിക്ക് ദോഷുലിനെ കൊല്ലേണ്ടി വന്നത്. എന്ന് തന്റെ ക്രിമിനൽസിനല്ലാതെ മറ്റൊരു വ്യക്തിയെ പോലും ഞാൻ തൊട്ടിട്ടില്ല. എന്റെ പിറകിലിരുന്ന് ഇവർ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. യങ്തയുടെ ഈ കാര്യമെല്ലാം എന്റെ അസിസ്റ്റന്റിനും അറിയണമായിരിക്കും. അവൻ എന്നെ കൂടെ നിന്ന് ചതിച്ചു. യങ്തയെയും നിന്റെ അസിസ്റ്റന്റിന്റെ കാര്യവും ഞങ്ങൾ നോക്കിക്കോളാം എന്ന് സംഗ്ജുള് പറയുമ്പോൾ വേണ്ട, എന്റെ അസിസ്റ്റന്റിനെ ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം എന്ന് പറയണം അവള്. കട്ടാകുമ്പോൾ സംഗ്ജുള് ദോക്കിയോട് ഈ കേസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, നമ്മളൊന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ യങ്തയെ പിടിച്ച് ഹനയ്ക്ക് കൈമാറാനാണ് തന്റെ പ്ലാൻ എന്ന കാര്യം പറയുവാണ് ദോക്കി. ഇനി അത് ചെയ്താൽ നമ്മൾ ക്രിമിനൽസിനെ ഒളിപ്പിച്ചിരിക്കുന്ന ആ ജയില് അവര് കണ്ടുപിടിക്കുമെന്ന് ദോക്കിയെ സംഗ്ജുള് ഓർമ്മിപ്പിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും യങ്തയെ ആ ജയിലിടാൻ സാധിക്കില്ല. അത് അവൻ അവന്റെ വീട്ടിലോട്ട് പറഞ്ഞയക്കുന്നതിന് തുല്യമായിരിക്കും. നിങ്ങൾക്കിപ്പോഴും നിങ്ങളുടെ വഴികൾ ശരിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ എന്നൂടെ ചോദിച്ചാണ് ദോക്കി അവിടെ നിന്ന് പോകുന്നത്. അവിടെ നിന്ന് പോകുന്ന ദോക്കിയെ കാണാനായിട്ട് ഹന വരും. അവൾ അന്ന് അവനോട് ഭയങ്കര മോശമായിട്ട് സംസാരിച്ചതിനെല്ലാം അവനോട് ക്ഷമ ചോദിക്കുവാണ്. യങ്തയ്ക്കും കൂട്ടർക്കും കടുത്ത ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കുമെന്നും ഹന ദോക്കിക്ക് ഉറപ്പ് നൽകും. കെട്ടാകുമ്പോൾ ഒരു ബിസിനസ് മീറ്റിംഗിന് വേണ്ടി വന്നിരിക്കുവാണ് സംഗ്മി. അവളെ വാച്ച് ചെയ്ത് സംഗ്ജുൾ ഉൾപ്പെടെയുള്ള ടാക്സി ടീം പുറത്തുണ്ട്. ഇത് സംഗ്മി കൂടെ അറിഞ്ഞ് അവളുടെ അസിസ്റ്റന്റിനെ പൂട്ടാനുള്ള ഒരു പ്ലാനാണ്. തലേന്ന് സംഗ്ജുളിനെ പോയി കാണുന്ന സംഗ്മി ജയിലിന്റെ കീ എടുത്ത് അയാൾക്ക് കൊടുത്ത് ഇന്ന് തൊട്ട് ഇത് നിങ്ങൾ നോക്കിക്കോ, റെന്റ് മാത്രം അടച്ചാൽ മതി. എന്റെ അസിസ്റ്റന്റിനെ ഞാൻ സ്ലീപ്പിംഗ് പിൽസ് കൊടുത്ത് ഉറക്കി കിടത്തും. ശേഷം അവനെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഭക്ഷണമൊക്കെ ഒരുക്കി അസിസ്റ്റന്റിനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുവാണ് ഇവള്. ഇവളെ ലൈവായിട്ട് ടാക്സി ടീമിനെ വാച്ച് ചെയ്യാനായിട്ട് ഒരു ക്യാമറയും അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സംഗ്മിയെ വിശ്വസിക്കാൻ കൊള്ളാവോ എന്ന് ദോക്കി സംഗ്ജുളിനോട് ചോദിക്കുമ്പോൾ എന്തായാലും അവളുടെ അസിസ്റ്റന്റിന്റെ കൂടെ നിന്നിട്ട് അവൾക്കൊന്നും കിട്ടാനില്ല, അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാന്ന് പറയാണ് അയാള്. ഇതേ സമയം ജയിലിൽ നോക്കാനായിട്ട് സംഗ്മി ഇവരെ ഏൽപ്പിച്ചതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വന്നിരിക്കുവാണ് ചോയും പാക്ജിനും. ഇവിടെ സംഗ്മിയുടെ അസിസ്റ്റന്റിന് അവള് സ്ലീപ്പിംഗ് പിൽസ് കലർത്തിയിട്ടുള്ള ഡ്രിങ്ക്സ് കൊടുത്ത് നിനക്കറിയോ ഞാൻ നിന്നെ ഒരുപാട്
ഒരുപാട് വിശ്വസിച്ചു. നിന്റെ അത്ര ഞാൻ വേറെ ആരെയും വിശ്വസിച്ചിട്ടില്ല എന്ന് വേണമെങ്കിലും പറയാം. യങ്തേ ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം നീയും കൂടെ അറിഞ്ഞിട്ടല്ലേ? തനിക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞ് അയാള് ഇവളോട് ക്ഷമ ചോദിക്കും. ക്ഷമ ചോദിക്കാൻ ചില സമയമൊക്കെ ഉണ്ട്. നിനക്ക് വേണ്ട ചാൻസ് ഞാൻ തന്നതാണ്, പക്ഷെ നീ അത് നഷ്ടപ്പെടുത്തി. ഇതെന്റെ റിവഞ്ചാണ് എന്ന് പറഞ്ഞ് അവളെ ഡ്രിങ്ക്സിലോട്ട് നോക്കുന്ന സമയം അസിസ്റ്റന്റിന് മനസ്സിലായി ഇവൾ ഈ ഡ്രിങ്ക്സിൽ തനിക്കുള്ള പണി തന്നിട്ടുണ്ടെന്ന്. എന്നാൽ കുറച്ചു കഴിഞ്ഞിട്ടും ഒരു കുഴപ്പമില്ലാതെ പുല്ലുപോലെ ഈ അസിസ്റ്റന്റ് അവിടെ ഇരിക്കുന്നത് കാണുമ്പോഴാണ് താൻ കൊടുത്ത സാധനം വർക്കായില്ല എന്ന കാര്യം സംഗ്മിക്ക് മനസ്സിലാവുന്നത്. സംഗ്മി, എത്ര ധൈര്യം ഉണ്ടടി നീ എന്നെ ചതിക്കാൻ എന്നും ചോദിച്ച് ഓടി രക്ഷപ്പെടാൻ പോകുന്ന സംഗ്മിയെ ഇയാള് പിടിച്ചു വെക്കുവാണ്. ദൃശ്യം കാണുന്ന ടാക്സി ടീം അങ്ങോട്ടേക്ക് ഓടിയെത്തും. എന്നാൽ അവിടെയുള്ള ഒരു റൂമിലും അവരുണ്ടായിരുന്നില്ല. ഇവര് കൊടുത്ത ക്യാമറയാണെങ്കിൽ വർക്കിംഗുമാണ്. അപ്പോഴാണ് ധോക്കിക്ക് ആ ചതിയെ കുറിച്ച് മനസ്സിലാവുന്നത്. ഇവരിതുവരെ കണ്ട ദൃശ്യങ്ങളെല്ലാം ഓൾറെഡി റെക്കോർഡ് ചെയ്തതായിരുന്നു. അവര് നമ്മളെ ഇങ്ങോട്ടേക്ക് ചതിയിൽ കൊണ്ടുവന്നത് എന്തിനായിരിക്കും എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ജയിലിന്റെ കാര്യം സഞ്ജുള് ധോക്കി ഓർമ്മിപ്പിക്കുന്നത്. ഓടിച്ചെന്ന് ജയിലിൽ വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ക്രിമിനൽസും ഉണ്ടായിരുന്നില്ല. 2 ജയിലുകളിലായിട്ട് ചോയും പാഗ്ജിനെയും പൂട്ടിയിട്ടിട്ടുണ്ട്. ക്രിമിനൽസിനെ എല്ലാം അവരെ കടത്തിക്കൊണ്ടുപോയ കാര്യം ഇവരെ ഇന്ന് സഞ്ജുളും ചോയും മനസ്സിലാക്കും. ഈ സമയം സഞ്ജുളിന്റെ ഫോണിലേക്ക് സംഗ്മി കോൾ ചെയ്യും. എന്താ ഇതിനെല്ലാം അർത്ഥമെന്ന് ഇയാള് ചോദിക്കുമ്പോൾ പണ്ടത്തെ പോലെ തന്നെ തന്റെ സാധനങ്ങളെ ഞാൻ വീണ്ടും സൂക്ഷിച്ചു വെക്കുകയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. പേടിക്കണ്ട, ഞാൻ അവരെ നന്നായിട്ട് തന്നെ നോക്കിക്കോളാന്ന് പറയുമ്പോൾ യങ്തയും നിന്റെ അസിസ്റ്റന്റും തമ്മിലുള്ള നിന്റെ ബന്ധം എന്താ? നീ എന്തിനാണ് അവരുടെ കൂടെ നിൽക്കുന്നതെന്ന് ചോദിക്കുവാണ് ഇയാള്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇതെന്റെ അസിസ്റ്റന്റിനെ രക്ഷിക്കാനാണ് ചെയ്യുന്നതെന്ന്? ഒരിക്കലുമില്ല, ഇതെല്ലാം എന്റെ പ്ലാൻ ആണെന്ന് പറയണം അവള്. അപ്പൊ ഈ മൊത്തം ഓർഗൻ ട്രാഫിക്കിങ്ങിന്റെയും ഹെഡ് അവളാണെന്ന് അർത്ഥം. ഈ ഒരു സീനോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നു. ഇനി വളരെ ചുരുക്കം എപ്പിസോഡുകൾ മാത്രമാണ് നമ്മുടെ ഈ ഡ്രാമയ്ക്കുള്ളത്. എങ്ങനെയായിരിക്കും രക്ഷപ്പെട്ടു പോകുന്ന സംഗ്മിയെ ടാക്സി ടീം കീഴടക്കാൻ പോകുന്നതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡുകളായിട്ട് കാണാം.